സെപ്റ്റംബർ 19 രക്തസാക്ഷിയായ വിശുദ്ധ ജാനുവാരിയൂസിന്റെ തിരുനാൾ ആചരിച്ച് ആഗോള സഭ. വളരെ പ്രസിദ്ധനായ വിശുദ്ധ ജാനുവാരിയൂസ് നേപ്പിൾസിലാണ് ജനിച്ചത്. അദ്ദേഹം ബെനവന്തോയിലെ മെത്രാനായിരുന്നു. ഡൈക്ലിഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് മിസനോയിലെ ഡീക്കൻ സോസിയൂസ്, പുസവോയിലെ ഡീക്കൻ പ്രോക്കുളൂസ് തുടങ്ങിയ ഏതാനും ഡീക്കന്മാരെയും അൽമേനികളെയും അറസ്റ്റ് ചെയ്ത് വധിക്കാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ ബിഷപ്പ് ജാനുവാരിയൂസ് അവരെ ആശ്വസിപ്പിക്കുവാൻ ചെന്നു. അതിന്റെ അനന്തരഫലം രക്തസാക്ഷിത്വമായിരുന്നു. 3 പേരെയും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല. ഉടനെ ശിരസ് ഛേദിച്ചു കളയാൻ കൽപ്പനയുണ്ടായി. നേപ്പിൾസിന്റെ മധ്യസ്ഥനാണ് വിശുദ്ധ ജാനുവാരിയൂസ്. നേപ്പിൾസ് ദേവാലയത്തിലെ ഭണ്ഡാകാരമെന്ന് വിളിക്കുന്ന കപ്പേളയിൽ 2 ഗ്ലാസ് പാത്രങ്ങളിൽ വിശുദ്ധ ജാനുവാരിയൂസിന്റെ രക്തം ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ ശിരസ്സുമുണ്ട്. അദ്ദേഹത്തിന്റെ ശിരസ്സും രക്തവും തമ്മിൽ അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം വളരെ പ്രശസ്തമാണ്. ശിരസ്സും രക്തവും അടുത്തു വരുമ്പോൾ രക്തം ഉരുകുന്നുവെന്ന അത്ഭുത പ്രതിഭാസം ഇന്നും സംഭവിക്കുന്നു. സാധാരണയായി ഇത് സംഭവിക്കുന്നത് വിശുദ്ധന്റെ തിരുനാൾ ദിവസവും മെയ് 1-ാം തീയതിയുമാണ്. പുസോളിയിൽ നിന്ന് വിശുദ്ധന്റെ തിരുശേഷിപ്പ് നേപ്പിൾസിലേക്ക് കൊണ്ടുവന്നത് മെയ് ദിനത്തിലായിരുന്നു. മറ്റു ചില പ്രധാന ദിവസങ്ങളിലും ഈ അത്ഭുതങ്ങൾ ആവർത്തിച്ച് സംഭവിക്കാറുണ്ട്. രക്തസാക്ഷിയായ വിശുദ്ധ ജാനുവാരിയൂസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.